So hi guys, welcome back to Cloud9. So ഇന്ന് തന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള today we'll go to Festival Land. ഇന്ന് നമ്മൾ ഫെസ്റ്റിവൽ ലാൻഡിൽ പോകുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറ്റ് പാർക്കിൽ. സോ ഇന്ന് തന്നെയാണ് ഗൈസ് പോകുന്നത്. we're going today guys. So അപ്പോൾ ഒരു ഇനി ഇത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇനി ചിലപ്പോൾ ലോങ് വീഡിയോ ആയിട്ട് കാറ്റ് പാർക്കിൽ എത്തിയിട്ടുള്ള വീഡിയോ വരും. ലൈക്ക് എ ലോങ് വീഡിയോ വിൽ കം when I reach the cat park. So stay tuned. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഞാൻ ഈ ജാക്കറ്റിൻ്റെ ഉള്ളിലത്തെ ടോപ്പ് മാറ്റാൻ എന്തൊക്കെ പ്ലാൻസ് നമുക്ക് നോക്കാം. സോ ഐ സ്റ്റേ പ്ലാൻസ് ഞാൻ ഈ ബ്ലാക്ക് ജാക്കറ്റാണ്. സോ ആ ഒരു ബ്ലാക്ക് ജാക്കറ്റിനോടെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ടാങ്ക് ടോപ്പാണ് പറയുന്നത്. സോ അങ്ങനെ ചേഞ്ച്. അപ്പോൾ എന്തായാലും ഞാൻ ജീൻസ് കൂടി കാണിക്കാം. ഞാൻ എൻ്റെ ബ്ലാക്ക് ജീൻസ് അലക്കുന്നിടത്ത് പോയി നോക്കി ഉണങ്ങിനാന്ന്. നോക്കുമ്പോൾ there was bird poop and ഉണങ്ങിയിട്ടില്ല ഗൈസ് അടിയിൽ. So I have to wear this blue jeans. അതൊട്ടും മാച്ചില്ല. നമുക്ക് ആക്ച്വലി ട്രാൻസിഷൻ ചെയ്യാം. So guys പട്ട് ഒരെണ്ണം എന്താണ് എനിക്കത് ഹോൾ കിട്ടുന്നു. ഈ ബ്ലൂ ജീൻസ് എന്താ പറയാ, ഒരു തരി പോലും ഒരു ഡ്രോപ്പ് പോലും മാച്ചില്ല. ആയിരുന്നു ഓക്കെ. ഐ മിസ് യു ബ്ലാക്ക് ജീൻസ്. നമുക്കൊരു ചെറിയ മേക്കപ്പ് ആയിരുന്നു നമുക്ക് ഹെയർ സെറ്റ് ചെയ്യാം. ഓക്കെ, മേക്കപ്പിൻ്റെ കോമഡി എന്ന് വെച്ചാൽ എൻ്റെ ഫേവറേറ്റ് ഫൗണ്ടേഷൻ മമ എർത്തിൻ്റെ അത് കഴിഞ്ഞു. അപ്പോൾ വെട്ടി കട്ട് ചെയ്തിട്ട് ഒരു തിരിയുന്നുള്ളൂ ഗൈസ്. ഞാൻ ഫുള്ള് യൂസ് ചെയ്തു. നല്ല രസമുള്ള ഫൗണ്ടേഷനാണ് ഗൈസ്. ഐ ആം ഒബ്സെസ്ഡ് ഗൈസ്. ഞാനൊരു സംഭവം മറന്നു, മോയ്സ്ചറൈസർ ഇട്ടിട്ടില്ല. മോയ്സ്ചറൈസർ ഒന്നും ഇട്ടെ. ഞാൻ മോയ്സ്ചറൈസർ ഏതാ യൂസ് ചെയ്യുന്നത്? ഇനി സെബാമിൻ്റെ ബേബി ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഡോണ്ട് ജഡ്ജ്. അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലെൻഡ് ആക്കാം. ഇതാണ് മോയ്സ്ചറൈസർ മാത്രം ബ്ലെൻഡ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ നമുക്ക് ബ്ലെൻഡ് ആക്കി കൊടുക്കാം. സോ ഞാനൊരു ചെറിയ സ്റ്റോറി ടൈം തരാം. ഞാൻ എൻ്റെ നോസിൽ മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്, ബട്ട് ഞാനത് സ്റ്റോപ്പാക്കി. വൈ ഞാൻ പറയാം. സോ ഞാൻ ഈ അടുത്ത് പറഞ്ഞാൽ ഒരു മാസമായിട്ട് ആയിട്ടുള്ളൂ. അതിന് ഒരു മാസത്തിനായിട്ട് മുന്നേ ഞാൻ പൗഡർ യൂസ് ചെയ്യുന്നുണ്ട്. പൗഡർ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം. ലൈക്ക് ഓ മൈ ഗോഷ്. ഒരു മിനിറ്റ്, ഞാൻ ഡോർ വെക്കട്ടെ. പുറത്തത്തെ നോയ്സ് വരുന്നത് ഓക്കെ. ഞാൻ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ ഞാൻ മറ്റേ പൗഡർ യൂസ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അന്നേരമാണ് ഞാൻ പൗഡർ യൂസ് ചെയ്തതിന് ശേഷം ഒരു 1 month എല്ലാം കഴിഞ്ഞതിന് ശേഷം മൂക്കിൽ ഇങ്ങനെ ഡോട്ട് പോലെ ഇങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങി. ലൈക്ക് മൈ നോസ് ലൈക്ക് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ആക്നി ഫോർ ദ ഫസ്റ്റ് ടൈം ഗൈസ്. ലൈക്ക് എൻ്റെ മൂക്ക് ആക്നി വരില്ല ഇത്തിരി ഇവിടെ പിമ്പിൾ ഓരോന്ന് വരുന്നുണ്ട്. പക്ഷെ എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഫുള്ള് ആയി. അങ്ങനെ ഞാൻ മൈൻഡ് ആക്കിയത് അത് എനിക്കൊരു അഡിക്ഷൻ പോലെ ആയിപ്പോയി പൗഡർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാനത് ഈ ഒരു മാസമായിട്ട് അത് യൂസ് ചെയ്ത് നിർത്തി. അങ്ങനെ യൂസ് ചെയ്ത് നിർത്തിയ ശേഷം പിന്നെ മൂക്ക് നല്ലോണം ഹീലായി. പൗഡർ യൂസ് ചെയ്യുന്നത് ഞാൻ സെബാമെറ്റിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. എന്നാലും എൻ്റെ സ്കിന്നിന് അത് പറ്റിയിട്ടില്ല. നിങ്ങളുടെ സ്കിന്ന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഉറപ്പില്ല. ബട്ട് എൻ്റെ സ്കിൻ അങ്ങനെയായിരുന്നു. ആൻഡ് ഐ ഹേറ്റ് ദാറ്റ്. ലൈക്ക് മേക്കപ്പ് എല്ലാം ഇങ്ങനെ പാച്ച് ചെയ്തിരിക്കും പൗഡർ ഇടുമ്പോൾ. എനിക്ക് അറിയില്ല എന്താ കാരണം എന്ന്. ബേബി പൗഡർ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. അപ്പം ബേബീസിനെല്ലാം എന്തിനാണ് ഇതെല്ലാം യൂസ് ചെയ്തത് എനിക്ക് അറിയില്ല ഗൈസ്. മുഖത്ത് ഫുൾ പിമ്പിളായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിമ്പിൾ വരാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മാസമായിട്ട് അത്ര പിമ്പിളൊന്നും വരില്ല. തിങ്ക് ഗുഡ്നെസ് ഞാൻ നന്നായി നിർത്തി ആക്ച്വലി പൗഡർ. അല്ലെങ്കിൽ എൻ്റെ മുഖം എനിക്ക് പൗഡർ ആർക്ക് കൊടുക്കാൻ പോലും തോന്നുന്നില്ല. കാരണം ഐ ഫീൽ ലൈക്ക് ദാറ്റ് വുഡ് റൂയിൻ ദെയർ ലൈഫ്. അവരുടെ ലൈഫ് കൂടി റൂയിൻ ആവുന്ന എനിക്ക് തോന്നും. കാരണം എൻ്റെ മുഖം എൻ്റെ ഫ്രണ്ട് എൻ്റെ പാപ്പ ഉമ്മ എല്ലാം ചോദിക്കാൻ തുടങ്ങി എന്താണ് ഇവിടെ പറ്റി, എന്താണ് മുഖം ഇങ്ങനെ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. ലൈക്ക് ഒരു മാസമായിട്ട് പിന്നെ സ്കിൻ അടിപൊളിയായിട്ടാണ് ഇപ്പോൾ പോകുന്നത്. മാഷാ ലൈക്ക് തിങ്ക് ഗോഡ്. ഓക്കെ, നമുക്ക് ബ്ലഷിലോട്ട് ഇത് ഷീഗ്ലാമിൽ നിന്ന് വാങ്ങിയതാണ്. സോ ഇവിടെ there we go. ഇനി നമുക്ക് ബ്ലെൻഡ് ആക്കാം. മിററിൽ നോക്കിയിട്ട് ബ്ലെൻഡ് ആക്കട്ടെ. ഓക്കെ, ചീക്കത്തെ ബ്ലെൻഡ് ആക്കി. ഇനി ഐസത്തെ ബ്ലെൻഡ് ആക്കാം. ഐസത്തെ ബ്ലെൻഡ് ആക്കി ഞാൻ ഈ കുഞ്ഞ് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ബ്ലെൻഡ് ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ മിററിൽ നോക്കട്ടെ ഗൈസ്. ഒരു സെക്കൻഡ്. ഞാൻ വിചാരിച്ചപ്പോൾ തന്നെ ബ്ലെൻഡ് ആയിട്ടുണ്ടായിട്ടില്ല. എനിക്കാണ് ജോക്കറിനെ പറ്റുണ്ടായിരുന്നു ഗൈസ്. യാ ലിപ്സ് ഞാൻ ലാസ്റ്റ്. ഇനി എൻ്റെ ഹെയർ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഇങ്ങനെ കോമ്പാക്കിയിട്ട് എൻ്റെ കോമ്പാണില്ല. സെക്കൻഡ് പക്ഷേ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നു പറഞ്ഞിരുന്നില്ല. അത് പറ്റില്ല. കാരണം ഇപ്പോൾ 3 minute കൂടുതലായപ്പോൾ ലോങ് വീഡിയോ ഇല്ല. ഓക്കെ ഓക്കെ എല്ലാ മുടി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോമ്പ് ചെയ്താൽ ഓക്കെ ഗൈസ്. ഇനി എനിക്കൊരു പ്ലാൻ. നമ്മുടെ മുടി ഇങ്ങനെ ആക്കി വെച്ചാലോ. ഞാൻ ക്ലോക്ക് പറ്റിക്കേ. ഇതിൻ്റെ ക്ലോക്ക് ഞാൻ ചൂസ് ചെയ്തത് ഈ വീതി വെരി ലൈക്ക് പിങ്ക് ആയിട്ടുള്ള ക്ലോക്ക് പറ്റി ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, ഇതാണ് പിന്നെ ഫൈനൽ ഹെയർ സ്റ്റൈൽ. ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ ലിപ്പം മാത്രമേ യൂസ് ഓർക്കില്ല ഗൈസ്. ഞാൻ ലിപ്പം മാത്രം ചെറുതായിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ്സ് ഓക്കെ. ഓക്കെ ഗൈസ്, നമ്മൾ നോക്കട്ടെ. ലിപ്സ്റ്റിക് കൂടി ആയില്ല. ഓക്കെ ഗൈസ്, ഇതാണ്
ഇത് നിക്സിൻ്റെ പ്രൊഫഷണൽ മേക്കപ്പ് സ്പെഷ്യൽ മാറ്റ് ലിപ് ബാമാണ്. ഇതിൻ്റെ ഏത് ഷെയ്ഡ് സ്ക്വീസ് ആൻഡ് സിസിൽ നിന്നാണ്. നല്ല മാച്ചാണ് എനിക്ക് ഷെയ്ഡ് എന്താണെന്ന് അറിയാം. എന്താണെന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ അറിയാം. ഓ എനിക്കിടാക്കി ഞാൻ ലിപ്പിലൊന്നും ചെയ്യാണ്ടിരുന്നല്ലോ. that's so much better. അപ്പോൾ ഇതാണ് നമുക്ക് ജ്വല്ലറി എടുക്കും. അതിനകത്ത് ഈ 2 ഇയർ റിങ്ങും പിന്നെ അത് ഈ ഒരു നെക്ലസ് കാണില്ല. ഈ ഒരു നെക്ലസ് ആണ് കണ്ടേ. ഇത് ലോങ് ആയിട്ടും പിന്നെ ഐ മീൻ ഇത് വെയിറ്റ് ഇത് ഷോർട്ടാക്കി ചൂടാൻ എൻ്റെ പ്ലാൻ. ഈ നെക്ലസ് നെക്ലസ് കിട്ടായി ഇല്ല ഓക്കെ ഓൺ ക്യാമറ. ഈ ഒരു മറ്റേ ഞാൻ കാട്ടുന്ന ഇയറിങ്ങിൻ്റെ വേറായിട്ടുള്ള ഈ നെക്ലസ് ഇത് ഷോർട്ടാക്കില്ല. Girl, baby, swallow it dry. I got a taste of the glamorous life. Okay, നമുക്ക് അടുത്തിടാം. എനിക്ക് ഞാനൊരു ഇയറിങ് ഗോൾഡിൻ്റെ ആപ്പിൾ ഇടലുണ്ട്. അത് കുറച്ച് നാളത്തേക്ക് നിർത്തി. ഞാൻ സ്കൂളിൽ ട്രിപ്പ് പോയായിരുന്നു പറഞ്ഞപ്പോൾ അത് അന്നേരം വീട്ടിൽ പിന്നിട്ടില്ല. അപ്പോൾ അത് കുറച്ച് തിക്കായിരുന്നു. അതിൻ്റെ ഒരു ഇത് സ്റ്റെമ്മ് എന്താ പറയുക അത് കുറച്ച് തിക്കായിരുന്നു. ഒന്നും അതിൻ്റെ ഹോൾ അടഞ്ഞു പോയി. പിന്നെ അത് ഇടാൻ പറ്റുന്നില്ല. എന്താ ചെയ്യുക അറിയില്ല. എനിക്കാണെങ്കിൽ നീഡ്സ് കുറച്ച് പേടിയുണ്ട്. അതുകൊണ്ട് എനിക്ക് പിയേഴ്സിങ് ഇനി ചെയ്യാൻ ഭയങ്കര പേടിയാണ് പറ്റില്ല. സോ ഐ